കേന്ദ്രീകരിച്ച് RTO ഓഫീസ് തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. കുന്നംകുളത്ത് നഗരസഭ നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കുന്നംകുളത്തെത്തിയ മന്ത്രി CP ജോണിന് നഗരസഭാ കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പ്രൌഢഗംഭീരമായ ചടങ്ങിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്തിന്റെ യാത്രാക്ലേശങ്ങൾക്കും ഗതാഗത വികസനത്തിനും ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചടങ്ങിൽ ചെയർപേഴ്സൺ മന്ത്രിക്ക് നിവേദനം നൽകി. കുന്നംകുളത്ത് നിന്ന് തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യുന്ന പൊതുജനങ്ങളുടെ സൌകര്യാർത്ഥം പുതിയ KSRTC ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് മന്ത്രി മുൻകൈയെടുക്കണം. കേരളത്തിൽ തന്നെ ഏറ്റവും ആധുനിക സൌകര്യങ്ങളോടുകൂടിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് കുന്നംകുളത്തുള്ളത്. എന്നാൽ ഇപ്പോഴും എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളും സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്നില്ല. ഈ സാഹചര്യത്തിൽ മുഴുവൻ KSRTC ബസ്സുകളും സ്റ്റാൻഡിൽ കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് അടിയന്തരമായി പ്രവർത്തനം ആരംഭിക്കണം. കുന്നംകുളത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന താലൂക്ക് യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ കുന്നംകുളത്ത് ഒരു പുതിയ RTO ഓഫീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ. കുന്നംകുളത്ത് പുതിയ RTO ഓഫീസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് വകുപ്പുതല നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. തുടർ നടപടികൾ വൈകാതെ സ്വീകരിക്കും. കുന്നംകുളത്ത് നിന്ന് പുതിയ KSRTC ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യത്തിൽ അനുഭാവപൂർണമായ തീരുമാനമുണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഇതിനായുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ബസിന്റെ കാര്യത്തിൽ ഞാൻ പറയല്ല, ബസ് സ്പോൺസർഷിപ്പ് ചെയ്യാന്നുള്ളൊരു അജണ്ട നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റികൾക്ക് ചെയ്യാവുന്നതാണ്. ബസ്സിന്റെ അർബനും ട്രാൻസ്പോർട്ടും ഒക്കെ കേന്ദ്രത്തിൽ ഒന്നാണ്. ഹൗസിംഗ് ട്രാൻസ്പോർട്ട് അർബനിലാണ് ഈ ട്രാൻസ്പോർട്ട് കിടക്കുന്നത്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ, ഇപ്പോൾ MLA-മാർക്കും MLA ഫണ്ടിൽ നിന്ന് ബസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ, ലോക്കൽ ഗവൺമെന്റുകൾക്കും KSRTCക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ. അങ്ങനെ കൊടുക്കുന്ന വണ്ടികൾ നിങ്ങൾ പറയുന്ന റൂട്ടിൽ ഓടിക്കാം, പട്ടയപ്പാടത്ത് നിന്ന് വരെ ഓടിക്കാം. അതുപോലെ തന്നെ നഗര വണ്ടികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ നഗര സൗകര്യങ്ങൾക്ക് വേണ്ടി, അപ്പോൾ താഴത്തു നിന്നൊരു വണ്ടി പുറപ്പെട്ടാൽ താലൂക്ക് ഓഫീസിൽ നിന്ന് പോകാനും വരാനും എളുപ്പമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻസ് നമുക്ക് കണ്ടുപിടിച്ചാൽ ബസ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരാം. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവൻ, സോമൻ ചെറുകുന്ന, ലബീബ് ഹസൻ, ഗീത ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു.